السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം ഇവിടെ ഇരുന്നും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലിരുന്നും ശ്രവിക്കുന്ന, അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നീട് ഈ ശബ്ദം ചിലപ്പോൾ ശ്രവിച്ചേക്കാവുന്ന ഓരോരുത്തരോടും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളായ ആളുകളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്ന ചില വാക്കുകളുണ്ട്. عن النعمان بن بشير رضي الله عنه قال قال رسول الله صلى الله عليه وسلم مثل المؤمنين في توادهم وتراحمهم وتعاطفهم مثل الجسد إذا اشتكى منه عضو تداعى له سائر الجسد بالسهر والحمى أو الحمى. رواه مسلم. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര അനുകമ്പയുടെ, പരസ്പരമുള്ള കാരുണ്യത്തിൻ്റെ ഉപമ വിവരിക്കുകയാണ്. അത് ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിനെങ്ങാനും ഒരു പ്രയാസമുണ്ടായാൽ, ഇദശ്തകാ മിൻഹു ഉദ്വുൻ, ഒരു അവയവത്തിന് അതിൽ ഒരു രോഗമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ, തദാഅ ലഹു സായിറുൽ ജസദി കുല്ലിഹ്, ആ അവയവത്തിന് വേണ്ടി മുഴുവൻ അവയവങ്ങളും, تداعى له سائر الجسد كله بالسحر والحمى, രാത്രി ഉറക്കമിളച്ചുകൊണ്ടും പനി പിടിച്ചുകൊണ്ടും അതിൻ്റെ കൂടെ ഒരുമിച്ചുണ്ടാകും. ഇതാണ് മുഅ്മിനീങ്ങളുടെ അവസ്ഥ. മുസ്ലിമീങ്ങൾ അവർക്ക് പ്രയാസമുണ്ടാക്കുന്നത് മറ്റൊരു മുസ്ലിമിന് പ്രയാസമാണ്. തൻ്റെ സഹോദരൻ്റെ പ്രയാസത്തിൽ വിഷമിക്കാതിരിക്കാൻ യഥാർത്ഥത്തിലുള്ളൊരു മുസ്ലിമിന് കഴിയുകയില്ല. എന്നാൽ ഇന്ന് നമ്മളേവരെ അലോസരപ്പെടുത്തിയിട്ടുള്ള, വല്ലാതെ വിഷമിപ്പിച്ചിട്ടുള്ള, ചരിത്രത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ചുരുങ്ങിയ രൂപത്തിൽ മാത്രം നമ്മൾ കാണുന്ന ചില സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചില വാർത്തകൾ കേട്ടുകൊണ്ട് നീറുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഗസയിൽ 2 വർഷത്തോളമായി ബോംബുകൾക്കും മിസൈലുകൾക്കും അതുപോലെ തന്നെ കബറടക്കാൻ കഴിയാത്ത തരത്തിൽ റോട്ടിലും അതിൻ്റെ വശങ്ങളിലുമായി കൂടിക്കിടക്കുന്ന മയ്യത്തുകൾക്കും അതിനെ കടിച്ചു കീറാൻ വേണ്ടി വരുന്ന നായ്ക്കൾക്കും അങ്ങനെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധങ്ങൾക്കും സ്വന്തം മക്കളുടെ മയ്യത്തായി കിടക്കുന്ന, മരണപ്പെട്ട് കിടക്കുന്ന ശരീരങ്ങൾക്കുമിടയിൽ
മുല കുടിക്കുന്ന കുഞ്ഞിന് ആ കുഞ്ഞിന് പാല് കിട്ടാത്ത അവസ്ഥയിൽ മാതാപിതാക്കളുടെ അടുക്കൽ, തൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ട അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ജീവനൽപ്പം ബാക്കിയുണ്ടെങ്കിൽ അത് പല കെട്ടിടങ്ങളുടെയും അടിയിലായിക്കൊണ്ട് ജീവിക്കേണ്ടി വന്ന, വെള്ളമോ ഭക്ഷണമോ അവർക്കൊരിക്കലും ലഭിക്കരുത് എന്ന ആഗ്രഹത്താൽ അതിനുവേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിച്ച് എങ്ങാനും അതിലേക്കൊരു തരി വെള്ളം കടന്നുപോയാൽ, ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നുപോയാൽ അതിനെ കത്തിച്ച് ചാമ്പലാക്കുന്ന മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ട് ജൂതന്മാരുടെ ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ ജനതയെ ഒരു മുസ്ലിമിനും മറക്കാനോ ഒരു നേരം പോലും അവരെക്കുറിച്ച് ഓർക്കാതിരിക്കാനോ കഴിയുകയില്ല. മുസ്ലിമീങ്ങൾ പ്രയാസത്തിലാണ്. അവർ തമ്മിലുള്ള ഇഷ്ടവും സ്നേഹവും പ്രത്യേകിച്ച് പ്രയാസങ്ങളുടെ സമയത്ത് അത് വർദ്ധിക്കും. അത് വർദ്ധിക്കാതിരിക്കുകയില്ല. അവർക്ക് വേണ്ടി വിഷമിക്കും, അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും, അവർക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അതാ ആകാശങ്ങളിലേക്ക് അവൻ കൈ ഉയർത്തും. പല ആളുകളും മറ്റു പലതും ചെയ്യും. എന്താണ്? സ്നേഹമാണ് കാരണം. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള അലിവാണ് കാരണം, സ്നേഹമാണ്, കാരുണ്യമാണ് കാരണം. അവിടെ മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ അത് അവരുടേത് മാത്രമല്ല നമ്മുടേതുമാണ്. അവിടെ അനാഥരായത് അവർ മാത്രമല്ല നമ്മളുമാണ് എന്ന ബോധമാണ് ഓരോ മുസ്ലിമിനുമുള്ളത്. അവരെ പട്ടിണി കിടക്കുമ്പോൾ അത് കണ്ട് വിഷമിക്കുന്നവർ അവർ മാത്രമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളുമാണ്. സഹോദരങ്ങളെ, എന്നാൽ ഈ വേദനകൾക്കിടയിലും ഈ പ്രയാസങ്ങൾ കാണുമ്പോഴും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നത് വളരെ വലിയൊരു ചോദ്യമാണ്. എനിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ ലോകത്ത് ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്കും എന്താണ് ഗസയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത്? ഗസയിലെ പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ, അവരുടെ ദുരിതങ്ങൾ മാറ്റാൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവരെ ആക്രമിക്കുന്ന ആ ജൂത ക്രിസ്ത്യൻ സഖ്യങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എന്താണ് നമുക്കായത്? എന്തുണ്ട് നമ്മളുടെ കയ്യിൽ? എന്താണ് നമ്മളുടെ അവസ്ഥ? മുസ്ലിമീങ്ങളുടെ അവസ്ഥ? ലോകത്ത് 205 കോടി മുസ്ലിമീങ്ങൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. 205 കോടി മുസ്ലിമീങ്ങൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനസംഖ്യ 3 കോടിയാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനസംഖ്യ 125 കോടിയോളമാണ്. ലോക മുസ്ലിമീങ്ങൾ 205 കോടിയാണ്. ആ 205 കോടി മുസ്ലിമീങ്ങളുടെ ഒരു അവയവത്തെ അതാ കേവലം 2.5 കോടി മാത്രം ജനസംഖ്യയുള്ള ജൂതന്മാർ നിഷ്കരുണമായി ഒരാളും ഒരു ചോദ്യം പോലും ഉയർത്താൻ കഴിയാത്ത രൂപത്തിൽ തടസ്സമായിക്കൊണ്ട് ചില വഞ്ചകന്മാർ മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ മുസ്ലിമീങ്ങളായി മാറിയിട്ടുണ്ട് എങ്കിൽ ഈ 205 കോടിക്ക് 2.5 കോടിക്കെതിരെ എന്ത് ചെയ്യാൻ സാധിച്ചു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? എന്താണ് പറ്റിപ്പോയത്? ഗസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും കരുതിയിട്ടും സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് സംഭവം? എന്താണ് കാര്യം? എന്താണ് ഗസയിലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്? അവരോട് നമുക്ക് പറയാനുള്ളത് ക്ഷമിക്കുക എന്ന വാക്കല്ലാതെ മറ്റെന്താണ്? സഹോദരങ്ങളെ, ഇങ്ങനെ ഒരവസ്ഥ മുസ്ലിമീങ്ങൾക്ക് ഇതിനു മുമ്പ് കടന്നുപോയിട്ടുണ്ടോ? ഈ വേദനാജനകമായ ഈ നിന്ദ്യതയുടെ ദൗർബല്യത്തിൻ്റെ ഒരു നിലക്കും ഒരു വാക്കുരിയാടാൻ കഴിയാതെ, ഒരു വിരൽ പോലും അനക്കാൻ കഴിയാതെ ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? മുൻകഴിഞ്ഞ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതില്ലേ? തീർച്ചയായും അല്ലബീബു മൻ അഅ്തബറ ബിഗൈരിഹി, മറ്റുള്ളവരിൽ നിന്നും പാഠം ഉൾക്കൊണ്ടവനാണ് ബുദ്ധിമാൻ. കഴിഞ്ഞ സമൂഹങ്ങളിൽ നമുക്ക് പാഠങ്ങളുണ്ടോ? നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ? മുൻകഴിഞ്ഞ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഈ രൂപത്തിലൊരു അവസ്ഥ മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഒരു സംശയവും വേണ്ട, ഉണ്ടായിട്ടുണ്ട്. ഈ അവസ്ഥ മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പല പ്രാവശ്യമായി ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും ആവർത്തിക്കപ്പെടുന്നു ആ ചരിത്രം. ഗസയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ വലുത്, അതിനേക്കാൾ എത്രയോ വലിയ പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മക്കയിൽ നബിയായി നിയോഗിക്കപ്പെട്ട് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് താങ്കൾ താക്കീത് നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ സഫാ മലയുടെ മുകളിൽ കയറുകയാ. ഒരു പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യാ സബാഹ, പ്രഭാതമേ, പ്രഭാതമേ, ഉറക്കെ വിളിച്ചു പറയുക. അതാ മക്കക്കാർ ചോദിക്കുന്നു, മനിൽ ഹാത്തിഫ്, ആരാണ് ഈ വിളിച്ചു പറയുന്നത്? ഖാലു മുഹമ്മദ്, അവർ പറഞ്ഞു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവർ മുഹമ്മദ് എന്ന് പറഞ്ഞു. കാരണം അവർക്കറിയാവുന്ന ഒരു മുഹമ്മദുണ്ട്, അവർക്കറിയാവുന്ന സത്യസന്ധനായ അൽ അമീനായ ഒരു മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ട്. ഖുറൈശികളിലെ പ്രമുഖനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹമാണ് വിളിക്കുന്നത്. ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ തുടങ്ങി. യാ ബനി ഫുലാൻ, യാ ബനി ഫുലാൻ, യാ ബനി അബ്ദി മനാഫ്, യാ ബനി അബ്ദുൽ മുത്തലിബ്. ഓരോ കുടുംബങ്ങളെ ഓരോരുത്തരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് കൂടി സഫയുടെ താഴ്ഭാഗത്ത് എല്ലാവരും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തെന്ന് കേൾക്കാൻ റെഡിയായിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അറഅയ്തുകും ലൗ അഖ്ബർതു അന്ന ഖൈലൻ ഫീ സഫഇൽ ജബലി ലിയുഗാറ അലൈക്കും ഔ ലിയഗീറ അലൈക്കും, നിങ്ങളുടെ മേൽ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈന്യമിതാ ഈ പർവ്വതത്തിനപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവരതാ പറയുന്നു, ഖാലൂ മാ ജറബ്നാ അലൈക കദിബാ, ഓ മുഹമ്മദേ, നിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ കളവ് കേട്ടിട്ടില്ല. ഈ ജീവിതകാലം മുഴുവൻ 40 വർഷം ഞങ്ങൾ നിന്റെ കൂടെ ജീവിച്ചിട്ട് കളവ് പറയുന്നവനായി ഞങ്ങൾക്ക് താങ്കളെ അറിയുകയില്ല. അതിനാൽ താങ്കൾ അത് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നീ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഇതാ കഠിനമായ ഒരു ശിക്ഷ നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നത്. ഉടനെ തന്നെ അതാ അബൂ ലഹബ് വിളിച്ചു പറയുകയാണ്, തബ്ബല്ലക്, നിനക്ക് നാശം, അലിഹാദാ ജമാഅതന, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? തബ്ബല്ലക്, നിനക്ക് നാശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിൻ്റെ നന്മക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ നന്മക്ക് വേണ്ടി വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞ ചില വാക്കുകൾ, അതിന് കിട്ടിയ ആദ്യത്തെ മറുപടി നിനക്ക് നാശമെന്നായിരുന്നുവെങ്കിൽ അതിന് പിന്നീട് സംഭവിച്ച സംഭവങ്ങൾ, അതിന് പിന്നീട് ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം ഗസയല്ല, അതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞുപോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതാ അടിമയും സ്വതന്ത്രനും എന്ന നിലക്ക് ഒറ്റയും കറ്റയുമായി 1ഉം 2ഉമായ ആളുകൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചവരൊന്നും ഖുറൈശികളുടെ കരാളഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നില്ല. എല്ലാവരും മർദ്ദിക്കപ്പെടുകയാണ്, കൊല ചെയ്യപ്പെടുകയാണ്. അതാ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തിക്കടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൻ മുകളിൽ കല്ല് കയറ്റി വെച്ചുകൊണ്ട് ബിലാലിനെ വലിച്ചിഴക്കുകയാണ്.
ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറയുന്നു, അഹദുൻ അഹദ്, അഹദുൻ അഹദ്, അല്ലാഹു അവനേകനാണ്, അല്ലാഹു അവനേകനാണ് വിളിച്ചു പറയുക. അതേ ഗസക്ക് മുമ്പ് ചില അനുഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാ ആലു യാസിർ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെ, യാസിറിന്റെ കുടുംബത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനടുത്തുകൂടെ നടന്നു പോവുകയാണ്. അബൂജഹൽ അവിടെയുണ്ട്. ഈ ഉമ്മത്തിന്റെ ഫിർഔൻ എന്നറിയപ്പെട്ട അബൂജഹൽ അവിടെയുണ്ട്. എന്താണ് ചെയ്യുന്നത്? അതാ കൊല്ലുകയാണ് ഓരോരുത്തരായി ആ കുടുംബത്തെ, യാസിറിനെ, അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹയെ. ആദ്യത്തെ വനിതയായ ഷഹീദ ആരായിരുന്നു? സുമയ്യ റളിയല്ലാഹു അൻഹയായിരുന്നു. അതാ കൊല ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണിൽ കാണുന്നു, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. രക്ഷപ്പെടുത്താൻ, ഒരു കൈ ഉയർത്താൻ, അരുതേ എന്ന് പറയാനുള്ള കഴിവ് സാധിക്കുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്. പക്ഷേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാസിർ കുടുംബത്തോട് വിളിച്ചു പറയുന്നുണ്ട്, സബ്റൻ സബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. ഓ യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുകയാണ്, സമാധാനം നൽകാൻ. അതെ, അവരുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമായിരുന്നു. ഗസയിലുള്ള പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളതും അതാണ്, സബ്റൻ യാ അഹ്ല ഗസ. അല്ലയോ ഗസയിലെ ജനങ്ങളെ, നിങ്ങൾ സബ്ർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. സ്വർഗത്തിലാണ് വാഗ്ദത്ത സ്ഥലം എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല, കാരണം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നാൽ നിങ്ങളിലെ മരണപ്പെട്ടവരെ, കൊല ചെയ്യപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലെ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. ഗസയിലെ ജനങ്ങളെ, നിങ്ങൾ സബ്ർ ചെയ്യുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി സബ്ർ ചെയ്യുക എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിക്കുകയാണ്, അലാ റജുലുൻ യഹ്മിലുനി ഇലാ ഖൗമിഹി. ആരുണ്ട്, ഒരു മനുഷ്യൻ എന്നെ ഒന്ന് അവന്റെ സമൂഹത്തിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടോ? ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി അൻ ഉബല്ലിഗ കലാമ റബ്ബി. തീർച്ചയായും ഖുറൈശികൾ എൻ്റെ റബ്ബിൻ്റെ കലാം എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്നും ഖുറൈശികൾ എന്നെ തടയുന്നുണ്ട്. ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്. ആരാണ് ഖബ്ബാബ്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ തീക്കനലിൽ മലർത്തി കിടത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്തവും ചോര, അതുപോലെ തന്നെ മാംസവും ഉരുകി ആ തീക്കനൽ കെട്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പുറത്ത് എല്ലുകൾ കാണുമാറ് തുളകളായിരുന്നു, ഹോളുകളായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചില സ്വഹാബികളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തൻസിർ ലനാ, അലാ തദ്ഉ അല്ലാഹ ലനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഞങ്ങൾക്ക് സഹായിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരിക്കുകയാണ്. തൻ്റെ ഒരു പുതപ്പ്, വിരിപ്പ് അത് അവിടെ വെച്ചുകൊണ്ട് അതിൽ ചാരിയിരിക്കുകയാണ്. കഅബയുടെ ചാരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു മൻ കാന ഖബ്ലകും യുഹ്ഫറു ലഹു ഹുഫറ ഫയുജ്അലു ഫീഹാ വയുഅതാ ബിൽ മിൻശാർ വയുശഖു റഅസുഹു വയുശഖു ബിഹാ റഅസുഹു ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളിൽ ചിലരെ കൊണ്ടുവരും, അവർക്ക് വേണ്ടി ഒരു കുഴി കുഴിക്കപ്പെടും. എന്നിട്ട് ആ ആളെ ആ കുഴിയിലാക്കും. എന്നിട്ട് ഒരു ഈർച്ചവാള് കൊണ്ടുവരും. ആ ഈർച്ചവാള് കൊണ്ട് അവന്റെ തല മുറിച്ച് രണ്ടാക്കി മാറ്റാറുണ്ട്. വയുംശതു ബിഅംശാത്തിൽ ഹദീദ്,
മാ ബൈന ലഹ്മിഹി വഅദ്മിഹി, അതുപോലെ തന്നെ ചില ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അതാ അവന്റെ എല്ലുകളും മാംസവും വേർപെടുത്താറുണ്ട്. മാ യസുദ്ദുഹു ദാലിക അൻ ദീനി, അതൊന്നും അവന്റെ ദീനിൽ നിന്നും തടഞ്ഞിട്ടില്ല. ദീനനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും അവനെ അതൊന്നും തടഞ്ഞിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ ഗസ്സയിലെ ആളുകളെ, നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: എങ്ങനെയൊക്കെ നിങ്ങൾ പിച്ച് ചീന്തപ്പെട്ടാലും, എങ്ങനെയൊക്കെ ബോംബുകൾ നിങ്ങൾക്ക് മുകളിൽ വർഷിക്കപ്പെട്ടാലും, എത്രയൊക്കെ മക്കൾ അനാഥരാക്കപ്പെട്ടാലും, എത്രയൊക്കെ കൺമണികളായ മക്കൾ അവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലും, അതൊന്നും നിങ്ങളുടെ ദീനിൽ നിന്നും തടയുന്ന, ദീനിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന കാര്യങ്ങളായി പോകരുത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നമുക്ക് പറയാ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് മറ്റൊന്നാ. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലതാ മുറിവ് പറ്റുകയാണ്. ഒരു ചെറിയ മുറിവ് അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരലിനോട് ചോദിക്കുകയാണ്, ഫഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി ഫീ സബീലില്ലാഹി മാ ലഖീതി, നീ ഒരു വിരലല്ലേ, ചോര വന്നൊരു വിരലല്ലേ, നീ അനുഭവിച്ച അള്ളാഹുവിന്റെ മാർഗത്തിലില്ലേ, പിന്നെന്ത് പ്രയാസമാണ്? അതാ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി അതാ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് അദ്ദേഹം സമ്മതം ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അതാ പറയുകയാണ്, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ വദാക ഫീ ദാതിൽ ഇലാഹി വഇൻ യശാ യുബാരിക് അലാ ഔസാലി ശിൽബിൻ മുമസ്സഇ വലസ്തു ഉബാലി, എനിക്കൊരു പ്രശ്നമില്ല. ഹീന ഉഖ്തലു മുസ്ലിമൻ, മുസ്ലിമായിക്കൊണ്ട് ഞാൻ കൊല്ലപ്പെടുമ്പോൾ അതെനിക്കൊരു പ്രശ്നമല്ല. അലാ അയ്യി ജംബിൻ ഔ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് മരിക്കുന്നതെങ്കിൽ പിന്നെ ഏത് വശത്ത് വീണ് മരിച്ചാലും, ഏത് കോലത്തിൽ മരിച്ചാലും, എങ്ങനെ കൊന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. വദാക ഫീ ദാതിൽ ഇലാഹ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വഇൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, യുബാരിക് അലാ ഔസാലി ശിൽബിൻ മുമസ്സഇ, ആ കൊത്തി നുറുക്കപ്പെട്ട ശരീരഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുന്നതാണെന്ന് പാടിക്കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവരാണ് നമ്മളുടെ മാതൃക. ഗസ്സയിലെ ജനങ്ങളെ, നിങ്ങൾക്ക് മാതൃക അവരാകേണ്ടതുണ്ട്. എന്തൊക്കെ വന്നാലും അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന ബോധ്യത്തോടുകൂടി ആയിരിക്കണം ഓരോ പ്രയാസങ്ങളും നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഫവല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറ الراكب من صنعاء إلى حضرموت ولا يخاف إلا الله والذئب على غنمه ولكنكم قوم تستعجلون. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു ആണ് സത്യം, ഈ കാര്യത്തെ, ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ الراكب من صنعاء إلى حضرموت, സനആയിൽ നിന്ന് ഹദറമൗത്ത് വരെ ഒരു റാക്കിബ്, ഒരു യാത്രക്കാരൻ സഞ്ചരിക്കും. വഴിയാത്രയുടെ ആളുകൾക്ക് പേടിയാകുന്ന വഴിക്കൊള്ളക്കാരുള്ള വഴികളിലൂടെ, ഇന്നൊരു മനുഷ്യൻ അതിലൂടെ ധൈര്യത്തോടെ സഞ്ചരിക്കാൻ കഴിയാത്ത ആ വഴികളിലൂടെ ഒരു യാത്രക്കാരൻ സഞ്ചരിക്കും. വലാ യഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ അവൻ ഭയപ്പെടേണ്ടത് വരികയില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യും. വദ്ദിഅബ അലാ ഗനമി, ആടുകൾ കൂടെയുണ്ടെങ്കിൽ അവൻ ചെന്നായെയും ഭയപ്പെടും. ആടിനെ ചെന്നായ പിടിക്കുമോ എന്ന ഭയം അവനുണ്ടാകും. ഈ രൂപത്തിൽ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വലാകിന്നകും ഖൗമുൻ തസ്തഅജിലൂൻ,
പക്ഷെ നിങ്ങൾ ധൃതി കൂട്ടുകയാണ്. ഗസയിലെ ജനങ്ങളെ, ഫലസ്തീനിലെ ഉമ്മമാരെ, പിതാക്കളെ, മക്കളെ, ആ പ്രയാസങ്ങൾ കണ്ട് വിഷമിക്കുന്നവരെ, ഈ കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കാതിരിക്കുകയില്ല. വിജയം അത് മുസ്ലിമിന് സുനിശ്ചിതമാണ്. നാളെ അതാ ഒരു യുദ്ധത്തിൽ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം യാ അബ്ദുല്ലാഹ് ഹാദാ യഹൂദിയുൻ വറായി തആല ഫഖ്തുലുഹു. ഓ മുസ്ലിമേ, അല്ലാഹുവിന്റെ അദാസ, ഇതാ എൻ്റെ പുറകിൽ ജൂതനായ ഈ മനുഷ്യനുണ്ട്, വരിക, കൊന്നുകളയുക എന്ന് വിളിച്ചു പറയുന്ന ആ നാള് വരാതെ ലോകം അവസാനിക്കുകയില്ല. വിജയം അത് മുസ്ലിമിനാണ്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാകുന്നു അന്തിമമായിട്ടുള്ള വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതാണ്. സഹോദരങ്ങളെ, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ലഭ്യമാകാൻ, ആ വിജയത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങലാണത്. പ്രയാസങ്ങൾ സഹിക്കുക, ഷഹീദാവുക, മരണപ്പെടുക എന്നത് പുതിയൊരു കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മലക്കുകൾ ലജ്ജിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദാണ്. ആ വഴിയെ നീ നടക്കുന്നതിൽ എന്ത് കുറവാണ്, എന്ത് വിഷമമാണ് നിനക്കുള്ളത്? സഹോദരങ്ങളെ, 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പീഡനങ്ങൾ സഹിച്ചു, മർദ്ദനങ്ങൾ സഹിച്ചു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുറുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിക്കുകയും എന്നിട്ട് ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുന്നുവോ എന്ന് ചോദിക്കുന്ന സന്ദർഭമുണ്ടായി. ചീഞ്ഞളിഞ്ഞ അതാ ഒട്ടകത്തിൻ്റെ പ്രസവശേഷമുള്ള ആ ചാവിള്ളയും മറുപിള്ളയും മറ്റുമൊക്കെ അതാ ആളുകൾ എടുത്തു കൊണ്ടുവന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതിൻ്റെ പുറത്തിടുകയുണ്ടായി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. അവസാനം അത് ചോദിക്കാൻ ചെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആർക്കും ചോദിക്കാൻ വയ്യ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിഷമിച്ച് നിൽക്കുന്നു, ചോദിക്കാൻ കേൾപ്പില്ല. ഈ അവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായതിനു ശേഷം 13 വർഷം പ്രയാസം അനുഭവിച്ചു. 10 വർഷമാണ് മദീനയിൽ ജിഹാദും അതുപോലെ തന്നെ വിജയങ്ങളും ഭരണകാര്യങ്ങളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. 13 കൊല്ലം പ്രയാസമാണ് അനുഭവിച്ചത്. സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് ഇതല്ലാത്ത മറ്റു പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഈ ഉമ്മത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഗസയിൽ ഏകദേശം 1 ലക്ഷത്തോളം അടുത്ത ആളുകൾ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. എന്നാൽ നമുക്കറിയുമോ, മുൻകഴിഞ്ഞ കാലങ്ങളിൽ അതാ മംഗോളിയന്മാർ എന്നറിയപ്പെടുന്ന, അതിലെ താത്താർ അല്ലെങ്കിൽ തത്തർ എന്നറിയപ്പെടുന്ന ആളുകൾ അതാ നൈസാബൂറിലേക്ക് കടക്കുകയാണ്. നൈസാബൂർ ഏതാണ് സ്ഥലം? നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ സ്ഥലം. ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ സ്ഥലം. ആ സ്ഥലത്തേക്ക് അതാ തത്താരികൾ കയറുകയാണ്. കയറിയിട്ട് ഒരു ദിവസം 7 ലക്ഷം മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തി. ഒരു ദിവസം 7 ലക്ഷം മുസ്ലിമീങ്ങളെ അവർ കൊലപ്പെടുത്തി. മംഗോളിയന്മാർ 7 ലക്ഷം ഒരു ദിവസത്തിൽ. നമുക്കറിയാം, 2 വർഷത്തോളമായി ജൂതന്മാർ കൊന്നുകൊണ്ടിരുന്നതിൻ്റെ കണക്ക് 1 ലക്ഷത്തോളമാണ്. ഇത് ഒരു ദിവസത്തിൽ 7 ലക്ഷം മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തിയ ചരിത്രം നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അവരതാ ബുഖാറ, നമ്മളുടെ ഇമാമായ ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ നാട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കി. ആണാകട്ടെ, പെണ്ണാകട്ടെ, കുഞ്ഞാകട്ടെ, വൃദ്ധനാകട്ടെ, ഒരാളെയും ബാക്കി വെക്കാതെ കൊന്നൊടുക്കി.
അവിടെയുള്ള വീടുകൾ പൊളിച്ച് കത്തിച്ചു, അവിടെയുള്ള കിണറുകൾ മൂടിക്കളഞ്ഞു. അങ്ങനെയൊരു ജനത, മനുഷ്യർ അവിടെ ജീവിച്ചിട്ടില്ലാത്ത കോലത്തിൽ അവർ ആ നാടിനെ നശിപ്പിച്ചു കളഞ്ഞു. ബുഖാറ എന്ന നാടിനെ അവർ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടം ഇസ്ലാമിൽ, ഇങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, അതിൽ കുറവൊന്നുമല്ല ക്രിസ്ത്യാനികൾ ചെയ്തത്. എന്താണ് ക്രിസ്ത്യാനികൾ ചെയ്തത്? അന്തലുസ് എന്ന ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ ആ സുവർണമായ ഉലമാക്കൾ നിറഞ്ഞു നിന്നിരുന്ന ആ അന്തലുസിനെ ക്രിസ്ത്യാനികൾ കടന്നു ചെല്ലുകയും അങ്ങനെ മഹാകിമുത്ത് തഫ്തീഷ്, അതായത് വീടുകളിൽ കയറിക്കൊണ്ട് ഖുർആനുള്ള വീടുകളിലെ ആളുകളെ ഒന്നടങ്കം കൊല്ലാനുള്ള, അതും എങ്ങനെ കൊല്ലണം, ഏറ്റവും മൃഗീയമായ, ഏറ്റവും പൈശാചികമായ രൂപത്തിൽ കൊന്നുകളഞ്ഞ ആ ക്രിസ്ത്യാനികളുടെ ചരിത്രവും മുസ്ലിമീങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരും അതുപോലെ തന്നെ എത്രത്തോളം അവരുടെ അക്രമങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു. അവരുടെ അക്രമങ്ങൾ അധികരിച്ചതിനാൽ അതിൻ്റെ മൃഗീയതയും പൈശാചികതയും കണ്ട് അതിനുശേഷം വന്ന ക്രിസ്ത്യാനികൾ, ഇത് ചെയ്ത ക്രിസ്ത്യാനികളെ വധശിക്ഷ വിധിക്കുകയുണ്ടായി. ഇത് ചെയ്ത ക്രിസ്ത്യാനികളെ മറ്റു ക്രിസ്ത്യാനികൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. അത്രമാത്രം മൃഗീയമായ പൈശാചികമായ രീതിയിൽ മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തി. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ ചില ചോരപ്പാടുകൾ അല്ലെങ്കിൽ ചോരയുടെ നദികൾ ഉണ്ടായിട്ടുണ്ട്. ഗസ ഇതുമായി തുലനം ചെയ്യുമ്പോൾ ചെറുതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, തുല്യതയില്ലാത്ത പൈശാചികമായ ഉപദ്രവങ്ങളും അക്രമങ്ങളും നമ്മളുടെ കണ്ണിൽ നമ്മൾ കാണുന്നു, കാതുകളിലൂടെ കേൾക്കുന്നു. സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം? ഗസയിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കും നിനക്കും എന്ത് ചെയ്യാൻ കഴിയും? എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് മൂലക്കിരിക്കേണ്ടവനല്ല മുസ്ലിം. എനിക്കെന്ത്, എന്നെ കൊണ്ടെന്ത് പ്രശ്നം? എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മുസ്ലിമും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നീയും തന്നെയാണ് ഗസയ്ക്ക് ഈ ഒരു അവസ്ഥ വരുത്താനുള്ള കാരണം. അള്ളാഹുവിന്റെ ദീനിൽ നിന്നും അകന്നു പോകുന്ന ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നീയാണ് ഗസയുടെ ഈ അവസ്ഥക്ക് കാരണം. ഒരിക്കലും അവിടെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യൂരാൻ, അതിൽ നിന്നും ചുമതല തട്ടിക്കളയാൻ, ബാധ്യതയെ മറിച്ചു കളയാൻ നിനക്ക് സാധിക്കുകയില്ല. നീയാണ് കാരണം. എങ്ങനെയാണ് രക്ഷപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസത്തിന്റെ ആ ഘട്ടത്തിൽ നിന്നും മദീനയിലേക്ക് എത്തിയിട്ട് ഈ പ്രയാസങ്ങൾക്ക് ഒരു അറുതി വേണം, ആ അറുതി വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മിസൈലുകൾ കണ്ടുപിടിച്ചതല്ല ആദ്യമായി ചെയ്ത പരിപാടി. ബറ്റാലിയനെ ഉണ്ടാക്കുകയും സൈനിക പരിശീലനം നൽകുകയുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനയിൽ ചെന്നിട്ട് ചെയ്ത പരിപാടി, ദീനിന് വിജയം ലഭിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ട പരിപാടിയാണ്. ആ പരിപാടി എന്താണെന്നറിയുമോ? ആ പരിപാടി മസ്ജിദ് ഉണ്ടാക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്ന മസ്ജിദ് അതുണ്ടാക്കലാണ് ഒന്നാമത്തെ പരിപാടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്ത പരിപാടി അതാണ്. അതാ മുസ്ലിമീങ്ങളെ മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സമൂഹമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുക്കുകയാണ്. അവിടെയുള്ള ദർസുകൾ കേൾക്കുന്ന, ഉപദേശങ്ങൾ ശ്രവിക്കുന്ന, റബ്ബിന്റെ ദീന് പഠിക്കുന്ന, അള്ളാഹുവിനോടുള്ള സ്നേഹം വളർന്നു വരുന്ന ഒരു മസ്ജിദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപപ്പെടുത്തി. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്നോ ഒരു കച്ചവടവും അതുപോലെ തന്നെ ഒരു വ്യാപാരവും
തിരിച്ചു കളയാത്ത രൂപത്തിലുള്ള പുരുഷന്മാരെ വാർത്തെടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതാണ്. വിജയത്തിന്റെ ആദ്യ പടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിച്ചു തന്നു. ഇങ്ങനെ ചെയ്യണം ആദ്യം. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്ന ഒരു മസ്ജിദ് ഉണ്ടാവുക എന്നത് ഒന്നാമത്തെ പടിയാണ്. രണ്ടാമത്തെ പടി എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? അൽ മുആഖാതു ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ തമ്മിൽ സാഹോദര്യം ഊട്ടിയുറപ്പിച്ചു. മുഹാജിറുകളും അൻസാരികളും തമ്മിലുള്ള ഐക്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സ്ഥാപിച്ചു. നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഇന്നയാൾ ഇന്നയാളുടെ സഹോദരനാണ്, ഇന്നയാൾ ഇന്നയാളുടെ സഹോദരങ്ങളാണ്. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരങ്ങളാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. രണ്ടാമതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് അൽ മുആഖാതു ബൈനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാരികളും തമ്മിൽ ഐക്യമുണ്ടാക്കി. വലാ തനാസഉ ഫതഫ്ശലു, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്, എങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. വതദ്ഹബ റീഹുകും, നിങ്ങളുടെ കാറ്റ് പോയി പോകുമെന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐക്യത്തിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നയിച്ചു. വഹൽ യുസ്മഉൽ അബ്താലു ഇല്ലാ ഫീ മസാജിദിന അൽഫിസാഹു ഫീ റൗദത്തിൽ ഖുർആനി വഫീ ളിൽ അഹാദീഥി സ്സിഹാഹി. അബ്താലുകൾ, അതായത് നായകന്മാരെ ആ വിശാലമായ പള്ളികളിൽ നിന്നല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും തണലിൽ നിന്നല്ലാതെ ആ നേതൃത്വത്തിലുള്ള നായകന്മാരെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നൊരു കവി പറയുകയുണ്ടായി. ആ സാഹോദര്യം പള്ളികളിലായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തു. ഖുർആനിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ക്ഷണിച്ചു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ഋജുവായ മാർഗത്തിലേക്ക് വഴി നയിക്കുന്ന ഖുർആനിലേക്ക്, അതിൻ്റെ പാരായണത്തിലേക്ക്, അതിൻ്റെ ഹിഫ്ളിലേക്ക്, അതിൻ്റെ പഠനത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നയിച്ചു. അങ്ങനെ അതാ സ്വഹാബികൾ ഇൽമുള്ള ആ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിക്ഷണത്തിൽ വളർന്ന ഒരു സമൂഹമായി ആ സമൂഹം വളർന്നപ്പോൾ ബദറുണ്ടായി. 300ഉം 1000ഉം പോരാടിയപ്പോൾ 300 വിജയം കണ്ടുവെങ്കിൽ അത് ആയുധത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ എണ്ണത്തിൻ്റെയോ വലുപ്പമല്ല, മറിച്ച് അവരാർജിച്ചെടുത്ത ഈമാനികമായ ശക്തിയുടെ കടുപ്പമായിരുന്നു എന്ന് നമ്മൾക്ക് ആ ബദർ നമ്മളെ പഠിപ്പിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് ചെറുതായ ഒന്ന് എതിരിട്ട് നിന്നപ്പോൾ, ചെറിയൊരു അനുസരണക്കേട് വന്നപ്പോൾ പരാജയത്തിന്റെ രുചി അവർ അനുഭവിച്ചു. ഈ 2 സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്നവരാണോ എങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അതിനെതിരാണോ, അത് ചെറുതെങ്കിലും നീ ഭയപ്പെട്ടുകൊള്ളുക, നിന്റെ പരാജയത്തിന്റെ വഴിയാണ്, പടിയിലേക്കാണ് നീ ചവിട്ടി തുടങ്ങിയിട്ടുള്ളത് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള പ്രേമത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യം കുറിച്ചു. ഈ ദുനിയാവിന് കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും റബ്ബിൻ്റെ അടുത്തില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചത്ത ആടിൻ്റെ വില പോലും ഈ ദുനിയാവിനില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അങ്ങനെ ദുനിയാവിനെ ഇഷ്ടമില്ലാത്ത, ആഖിറത്തിനെ കൊതിക്കുന്ന, സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളെ ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുന്ന, നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊതിക്കുന്ന ഒരു ജനത അവിടെ രൂപീകരിക്കപ്പെട്ടപ്പോൾ അവിടെ ബദറുണ്ടായി, ഖന്തഖുണ്ടായി, അതുപോലെ തന്നെ ഖാദിസിയയും അതുപോലുള്ള യുദ്ധങ്ങളും ഉണ്ടായി. സ്വഹാബികൾ നമുക്കതിന് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, നമുക്കറിയാം തത്താരികളുടെ ഈ അവസ്ഥ നമ്മൾ കേട്ടു. ദിവസത്തിൽ 7 ലക്ഷത്തോളം മുസ്ലിമീങ്ങളെ കൊന്നിരുന്ന തത്താരികളുടെ അവസ്ഥ
അന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ നമുക്കറിയുമോ? ഇബ്നുൽ അസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ദുനിയാവിന്റെ ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്നല്ല പറഞ്ഞത്, ദുനിയാവിന്റെ ചരിത്രത്തിൽ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തോട് ഇത്ര കിരാതമായ, ഇത്ര അക്രമം നിറഞ്ഞ ഒരു കാര്യം ചെയ്തതായി ലോകത്ത് കേട്ടിട്ടില്ല, ദുനിയാവിൽ കേട്ടിട്ടില്ല. തത്താരികൾ മുസ്ലിമീങ്ങളോട് ചെയ്തതായി. അങ്ങനെയുള്ള ആ തത്താരികളുടെ അവസ്ഥ എന്തായിരുന്നു? അന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായയിൽ അദ്ദേഹം പറയുകയാണ്, തത്താരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ വരും, മംഗോളിയന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ വരും. വന്നിട്ട് അയാളുടെ കയ്യിൽ ഉണ്ടാവുക ഒരു വാളാണ്. AK-47 ഇല്ല. അതുപോലെ തന്നെ ഒരു 100 ആളുകളെയും 200 ആളുകളെയും അതുപോലെ അതിനധികവും ആളുകളെ ഒരൊറ്റ പ്രസ്സിൽ കൊല്ലുന്ന മിസൈലുകളില്ല. ഒരു വാളാണുള്ളത്. കടന്നു ചെല്ലുന്നത് 100ഓളം വരുന്ന മുസ്ലിമീങ്ങളുടെ ഇടയിലേക്കാണ്. ആ മുസ്ലിമീങ്ങളുടെ കൈകളിലെല്ലാം വാളുകളുണ്ട്. എന്നാൽ ഈ തത്താർ അല്ലെങ്കിൽ മംഗോളിയൻ വിഭാഗക്കാരനായ ഈ മനുഷ്യൻ അങ്ങോട്ട് കടക്കുന്നതോടുകൂടി ഭയം കൊണ്ട് അവർ വീഴാൻ ആരംഭിക്കും. മുസ്ലിമീങ്ങൾ ഭയം കൊണ്ട് വീണു തുടങ്ങി. ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസവും ദീനും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ പരിതാപകരമായ അവസ്ഥയാണിത്. ഓരോ ആളുകളെ 100 ആളുകളിൽ ഓരോരുത്തരായി ഈ മംഗോളിയക്കാരൻ ഓരോരുത്തരെ കൊന്ന് ആ 100 ആളുകളെയും ഈ ഒരാൾ ഒരു വാള് കൊണ്ട് കൊന്ന് തിരിച്ചു പോകും. ഈ അവസ്ഥയിലായിരുന്നു മുസ്ലിമീങ്ങൾ. ഈ അവസ്ഥയിൽ നിന്നും മുസ്ലിമീങ്ങൾ തിരിച്ച് കരകയറി. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു മാർഗമാണോ അന്ന് സ്വീകരിച്ചത്, ആ സ്വീകരിച്ച മാർഗം സ്വീകരിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ ഈ നിന്ദ്യതയിൽ നിന്നും കരകയറി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് പറയുന്നുണ്ട്, സുന്നത്തുല്ലാഹ് ഖദ് ഖലത് മിൻ ഖബൽ അല്ലതി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിന്റെ ചില സുന്നത്തുകളാണ്. അത് മുൻകഴിഞ്ഞ ആളുകൾക്ക് നടന്നുപോയ സുന്നത്തുകളാണ്. ആ സുന്നത്തുകൾക്കൊരു മാറ്റമില്ല. ചരിത്രം പഠിക്കുന്നത്, ചരിത്രം അറിയുന്നത് ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നറിയാൻ വേണ്ടിയാണ്. കാരണം ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാലം ആവർത്തനങ്ങളാണ്. അതാ എങ്ങനെയാണ് തത്തരികൾ അതല്ലെങ്കിൽ മംഗോളിയന്മാരിൽ നിന്ന് ആ നിന്ദതയിൽ നിന്ന് മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടത്. അതാ നജ്മുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന മഹാനായ ആ നേതാവ് ഒരു നിലക്കും ആരും ദീനിലേക്ക് അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചില അടിമകളെ വിലക്കെടുക്കുകയാണ്. അടിമകളെ, ചെറിയ പ്രായത്തിലുള്ള അടിമ കുഞ്ഞുങ്ങളെ വിലക്കെടുക്കുകയാണ്. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഹിഫ്ദ് പഠിപ്പിക്കുകയാണ്, ഖുർആനിന്റെ ആദർശം പറഞ്ഞു കൊടുക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ വളർന്നു വരികയാണ്. അവർ വളർന്നു വന്നതാ ഒരു രാജ്യമായി അവർ കടന്നു വന്നു. അവരുടെ ജീവിതം പിന്നീട് മാറി. അവർ ഒരു രാജ്യമായി കടന്നു വന്നു. അതായത് രാജ്യങ്ങൾ കീഴടക്കി. അവരുടെ പേര് അറിയപ്പെട്ടത് അടിമകളുടെ സാമ്രാജ്യമെന്നാണ്. അടിമ സാമ്രാജ്യം, ദൗലത്തുൽ മമാലിക്. ദൗലത്തുൽ മമാലിക്, ആ മമാലിക് എന്ന ആ രാജ്യമാണ്, ആ നേതൃത്വമാണ് പിന്നീട് ഈ മംഗോളിയന്മാരുടെ അക്രമങ്ങൾക്കൊരറുതി വരുത്തിയത്. ഖത്തസ് എന്ന് അറിയപ്പെടുന്ന, ബൈബറസ് എന്നറിയപ്പെടുന്ന ആ നേതാക്കന്മാർ റഹിമഹുമുല്ലാഹ് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കുകയും ശരിയായ രീതിയിൽ ദീന് പഠിച്ച് മുന്നേറുകയും ചെയ്തപ്പോൾ ഒരു മംഗോളിയന് 100 മുസ്ലിമീങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മുസ്ലിമീങ്ങൾക്ക് ഒരു മംഗോളിയനെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ നിന്ന് ആ മംഗോളിയന്മാരെ കീഴടക്കി. അങ്ങനെ ആ രാജ്യത്തെ രക്ഷപ്പെടുത്തിയ, മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തിയത്, അതിനുള്ള വഴി എന്തായിരുന്നു? അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന, ആരെയും കിട്ടാതായപ്പോൾ അടിമകളെയാണ്.
രക്ഷപ്പെടുത്തിയത് സ്വതന്ത്രരല്ല, അടിമകളാണ്. രാജാക്കന്മാരായത് അടിമകളാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അടിമകളായ രാജാക്കന്മാരെന്ന്? സംസാരിക്കുമ്പോൾ ഭാഷയിലെ വൈരുദ്ധ്യം പോലെ തോന്നിയേക്കാം. അടിമകളായ രാജാക്കന്മാർ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അടിമകളായ രാജാക്കന്മാർ, മറ്റെവിടെയും കേൾക്കാത്ത, ഈ ദീനിൽ മാത്രം കേൾക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണവ. അടിമകളായ രാജാക്കന്മാർ, അവരാണ് ഈ മംഗോളിയന്മാരുടെ അക്രമത്തിൽ നിന്നും മുസ്ലിമീങ്ങളെ കരകയറ്റിയത്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ക്രിസ്ത്യാനികൾ അന്തലുസ് എന്ന, അതായത് ഖുർത്തുബ, ഇമാം ഖുർത്തുബിയുടെയും അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബറിന്റെയും ഒക്കെ ആ രാജ്യമായ, ആ നാടായ ഖുർത്തുബയിലെ മുസ്ലിമീങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ചില ആളുകളുണ്ട്. അവരിൽപ്പെട്ടവരാണ് യൂസുഫ് ഇബ്നു തൈഷാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂസുഫ് ഇബ്നു തയാശീൻ എന്നറിയപ്പെടുന്ന മഹാനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു, റഹിമഹുല്ലാ. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ നേതാവാണ്, ഒരു നേതൃത്വത്തിലുള്ള ആളാണ്. പക്ഷെ ആ നേതൃത്വത്തെ വാർത്തെടുത്തൊരു ചരിത്രമുണ്ട്. വിജയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ചരിത്രം പഠിക്കണം. എന്താണ് ആ ചരിത്രം? മൗറിറ്റാനിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് ഓരോ ദിവസവും വർഷങ്ങളും ചെല്ലുന്തോറും ഇല്ലാതെയായി അള്ളാഹുവിനെ വിളിക്കുന്ന പള്ളികളിൽ ആളുകളില്ലാതായി, ഹറാമുകളിൽ വിരചിച്ച് വ്യഭിചാരത്തിലും അതുപോലെ തന്നെ തിന്മകളിലും അങ്ങേയറ്റം കൂപ്പുകുത്തിയ ഒരു സമൂഹമുണ്ടായിരുന്നു മൗറിറ്റാനിയയിൽ. അന്ന് അവിടുത്തെ അവസ്ഥ എന്താണ്? സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കണ്ടാൽ എതിർക്കാൻ കെൽപ്പില്ലാത്ത ഒരു ഭർത്താവ്. കാരണം എല്ലാവരും ഇങ്ങനെയാണ്, സമൂഹം എങ്ങനെയാണ്. ആ അവസ്ഥയിൽ ജീവിച്ചിരുന്ന ചില നാടുകളുണ്ടായിരുന്നു മൗറിറ്റാനിയയിൽ. ആ അവസ്ഥയിൽ കിടന്നിരുന്ന ആ സമൂഹം പിന്നീട് അവിടുത്തെ നേതാവിന് അള്ളാഹുവിന്റെ ദീനിനോട് ഒരൽപ്പമെങ്കിലും കൂറുള്ള, ഈ അവസ്ഥകളിൽ ഒരൽപ്പമെങ്കിലും വിഷമമുള്ള, പ്രയാസമുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു അവിടെ. യഹ്യ ഇബ്നു ഇബ്രാഹിം, ജുദാല ഗോത്രക്കാരനായ യഹ്യ ഇബ്നു ഇബ്രാഹിം അൽ ജുദാലി. അദ്ദേഹത്തിന് പ്രയാസമായി, രക്ഷപ്പെടണം, എൻ്റെ ആളുകളെ രക്ഷപ്പെടുത്തണം ആഗ്രഹമായി. അദ്ദേഹം ഹജ്ജിന് പോയി. ഹജ്ജിന് പോയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? ഉലമാക്കൾ, ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ, ഇമാമീങ്ങൾ, നേതൃത്വം, ഖുർആൻ, ഹദീസ്, നന്മകൾ, തിന്മകളെ എവിടെയും കാണുന്നില്ല. അദ്ദേഹത്തിന് പ്രയാസമായി, എൻ്റെ നാടിൻ്റെ അവസ്ഥ എന്താണ്? ഈ അവസ്ഥയിലേക്ക് എൻ്റെ നാടിനെ ആക്കി തീർക്കാൻ എന്താണ് വഴി? ഹജ്ജിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഉലമാക്കളുടെ നാടായ ഖൈറുവാനിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അതാ അബു അംർ അൽ ഫാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്, നേതാവ് ചെല്ലുകയാണ്. എന്നിട്ടോ അവിടെ ഈ വിഷയം സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്, ഞങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷിക്കാൻ പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. പലതും പരീക്ഷിക്കാറുണ്ട്. ആളുകളെ നന്നാക്കാൻ സിനിമ ഇറക്കിയവരുണ്ട്. ആളുകളെ നന്നാക്കാൻ, സമൂഹത്തിന്റെ ദുർഗതി അവസാനിപ്പിക്കാൻ രാജാക്കന്മാർക്കെതിരെ, നേതൃത്വത്തിനെതിരെ ഇറങ്ങി പുറപ്പെട്ടവരുണ്ട്. റബീഉൽ അറബിയും അതുപോലെയുള്ള സംഭവങ്ങളും കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാമെന്ന് കരുതിയവരുണ്ട്. എന്നാൽ മാറ്റിയത് ഉള്ളതിനേക്കാൾ നാശത്തിലേക്കായിരുന്നു എന്ന് മാത്രം. എന്നാൽ ഈ നേതാവ് ആലോചിച്ചത്, എൻ്റെ നാടിനെ മാറ്റണമെങ്കിൽ അത് അറിവുള്ളവരെ കൊണ്ടേ സാധിക്കൂ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അദ്ദേഹം ചോദിച്ചു, എന്തുണ്ട് വഴി? ഖൈറുവാനിൽ നിന്നും അദ്ദേഹം അതാ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെയുള്ള തൻ്റെ ശിഷ്യനോട് ചോദിക്കാൻ പറഞ്ഞു. പറ്റിയ ആളെ തെരഞ്ഞെടുക്കണം. അതാ അവിടേക്ക് പോയി അദ്ദേഹം അതാ ഒരു പ്രത്യേക മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആളെ തെരഞ്ഞെടുക്കുകയാണ്. അതാ ആലിമായ മാലിക്കി മദ്ഹബ് പഠിച്ച അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയെ തെരഞ്ഞെടുക്കുകയാണ്. താങ്കൾ പോയി അവിടെ പ്രബോധനം നടത്തണം, ഹറാമിൻ്റെ
പടുകുഴിയിലേക്ക് വീണുപോയ ആ സമൂഹത്തിനെ താങ്കൾ കരകയറ്റാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന ദൗത്യവുമായി അദ്ദേഹം അത് കടന്നു പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നുകൊണ്ട് ഇദ്ദേഹം തന്റെ ദഅവത്ത് ആരംഭിച്ചു. തിന്മകളെ എതിർക്കാൻ തുടങ്ങി, നന്മകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാവരും നന്നാവണമെന്ന്. പക്ഷേ ഇത്ര നാളും സുഖിച്ച് ആസ്വദിച്ചിരുന്ന പല തിന്മകളും വേണ്ട, പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ പോസിറ്റീവായ മറുപടിയല്ല ഉണ്ടായത്. മറിച്ചിതാ യഹ്യ ഇബ്നു ഇബ്രാഹിം അൽ ജുദാലിയോട് ഗോത്രത്തിലെ മനുഷ്യർ, ആ നാട്ടിലെ ജുദാല ഗോത്രക്കാർ കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, ഇയാളെ ഇവിടെ പറ്റുകയില്ല, ഇയാളെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ അയാൾ കൊല ചെയ്യപ്പെടും. വിഷമത്തോടെ യഹ്യ ഇബ്നു ഇബ്രാഹിം അദ്ദേഹം പറയുകയാണ്, എൻ്റെ നാട്ടുകാർ താങ്കളെ കൊന്നുകളയും. ആ ഒരവസ്ഥ ഉണ്ടാകുന്നത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. താങ്കൾ തിരിച്ചു പോകണം. തിരിച്ചുപോയി. പക്ഷേ മനസ്സിനുള്ളിൽ കനലായിരുന്നു, തീയായിരുന്നു. ഈ വലിയൊരു ദൗത്യം അതെങ്ങനെ ഉപേക്ഷിക്കും? എങ്ങനെയാണ് ഈ സമൂഹത്തെ അറിവില്ലായ്മയുടെ ആഴത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധയിലായിരിക്കുന്ന ഈ ജനതയെ എങ്ങനെയാണ് വെറുതെ വിട്ടേച്ചു പോവുക? അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അദ്ദേഹം ശിങ്കാൾ എന്ന നദിയുടെ തീരത്ത് പോയി തമ്പടിക്കുകയാണ്. അങ്ങനെ അവിടെ വന്ന ചില ആളുകളോട്, ആ നാട്ടിലേക്ക് പോയി ചില ആളുകൾ ഈ ദീനിനോട് അദ്ദേഹം പറഞ്ഞ സലഫി ദഅവത്തിന്റെ ആശയാദർശങ്ങളെ ഇഷ്ടപ്പെടുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. ആ ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഞാൻ സിംഗാൾ നദിയുടെ അടുത്ത് തമ്പടിച്ചിട്ടുണ്ട്, കടന്നു വരിക. ദീനിനോടുള്ള ഇഷ്ടം, അത് പഠിക്കാനുള്ള ആഗ്രഹം, അവർ അതാ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിക്കാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ പടി അതാ അവർ ദീന് പഠിക്കാൻ തുടങ്ങുകയാണ്. ആർക്കെങ്കിലും ദീനിനെ സഹായിക്കാൻ താല്പര്യമുണ്ടോ? ആശുപത്രികൾ പണിയാം, അതിനു മുമ്പ് ദീനിനെ നന്നാക്കണം. അങ്ങനെ അത്രയോ എണ്ണം ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിക്കാനിരിക്കുകയാണ്. അവർ പഠിച്ചു. ദിവസങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരതാ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പോയ ആളുകളല്ല തിരിച്ചു വന്നിരിക്കുന്നത്. നന്മ നിറഞ്ഞു തുളുമ്പുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ പ്രകടമാക്കുന്ന ആളുകളായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ജുദാല ഗോത്രം അത്ഭുതപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? പല ആളുകളും അവരോട് കാര്യം ആരാഞ്ഞു. എന്താണ് വിഷയം? പറഞ്ഞു, നമ്മളുടെ അടുക്കലേക്ക് അന്ന് വന്നിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ നമ്മളെ വിട്ടു പോയിട്ടില്ല. നമ്മളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് സിംഗാൾ നദിയുടെ തീരത്ത് അദ്ദേഹം അവിടെയുണ്ട്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വരാം. ആളുകൾ വന്നു, പഠിക്കാൻ തുടങ്ങി, ദീന് പഠിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിന്റെ അഖീദ പഠിക്കുന്നു, സലഫി ദഅവത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ പഠിക്കാൻ തുടങ്ങി. പഠിച്ചു. വീണ്ടും ആളുകൾ വന്നു. 5 വർഷത്തോളം സമയം കൊണ്ട് 1000-ഓളം വിദ്യാർത്ഥികളുള്ള വലിയൊരു മർക്കസായി ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം മാറി. സൂര്യന്റെ ചൂടിന് താഴെ സബ്ർ ചെയ്തുകൊണ്ടവർ അള്ളാഹുവിന്റെ ദീന് പഠിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ പറഞ്ഞു, അതെ, നമുക്കിനി തിരിച്ചു പോകാം. ജുദാലയിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ജുദാലയിലേക്ക് തിരിച്ചു പോകുന്നു. അതാ ബാങ്കുളികൾ കേൾക്കാത്ത പള്ളികൾ അവിടെയുണ്ട് ഒരുപാട്. നിസ്കാരം എന്തെന്നറിയാത്ത നിസ്കാരപ്പായകളുണ്ട് അവിടെ. അവർ തിരിച്ചു ചെല്ലുന്നു. പള്ളിയിൽ നിന്നും ബാങ്കുലി കേൾക്കുന്നു. നിസ്കാരങ്ങൾ നടത്തപ്പെടുന്നു. ആളുകൾ ആവേശത്തിലായി. എന്താണ് സംഭവിച്ചത്? നാട്ടിലെ പള്ളികൾ മുഴുവൻ സജീവമായിരിക്കുന്നു. ഒരു യാത്ര കഴിഞ്ഞ് ലുംതാന ഗോത്രത്തിലെ നേതാവ് അതിലൂടെ പോവുകയാ. എന്താണ് ജുദാല ഗോത്രം? കഴിഞ്ഞ ദിവസം പോലെയല്ല, കഴിഞ്ഞ നാളുകൾ പോലെയല്ല. എന്താണ് സംഭവിച്ചത്? ഇവിടെ അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ എന്ന പണ്ഡിതൻ കടന്നു വന്നു. ഈ നാട് മാറിപ്പോയി. അള്ളാഹുവിന്റെ ദീനിലേക്ക് മുന്നേറി.
അദ്ദേഹം അത്ഭുതപ്പെട്ടു. അന്ന് പുറത്താക്കിയ അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ, അതെ അത് തന്നെ. എങ്കിലിതാ എനിക്ക് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ താങ്കളുടെ ശിഷ്യനാണ്. അബ്ദുല്ലാഹ് ഇബ്നു യാസീന്റെ ശിഷ്യനാണ് അദ്ദേഹം ഇനി മുതൽ. തിരിച്ച് ആ ഗോത്രത്തിന്റെ ലുംതാന ഗോത്രത്തിന്റെ തലവൻ തിരിച്ചവിടേക്ക് പോകുന്നു. അതാ 7000-ഓളം വരുന്ന ആളുകളുമായി തിരിച്ച് അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയാണ്. ഞങ്ങൾക്ക് ദീൻ പഠിക്കണം, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നു. അങ്ങനെ അതാ ഓരോ നാടുകളായി ഈ ദഅവത്തിന് കീഴിൽ വരികയും അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന ആളുകൾ എന്ന നിലക്ക് മുറാബിത്തീൻ എന്ന പേരവർക്ക് നൽകപ്പെടുകയും ദൗലത്തുൽ മുറാബിത്തീൻ എന്നൊരു നാട് യഹ്യ ഇബ്നു ഇബ്രാഹിം എന്ന ആ ഗോത്രത്തലവന്റെ ആ നേതൃത്വത്തിൽ ഒരു നാട് അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഒരു നാട് പുതിയതായി അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഓരോ നാട്ടിലും ഇവർ കടന്നു ചെല്ലുകയും അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നടത്തുകയും തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയും മഖ്ബറകളിലുള്ള ആളുകളോടുള്ള ദുആകളും അതുപോലെയുള്ള കാര്യങ്ങളെയും എതിർക്കുകയും അങ്ങനെ ആളുകൾ ഓരോന്നായി, അതുപോലെ തന്നെ ഗോത്രങ്ങളും നാടുകളും ഓരോന്നായി അതാ ദൗലത്തുൽ മുറാബിത്തിന്റെ ഭാഗമായി മാറുകയാണ്. സഹോദരങ്ങളെ, ആ അബ്ദുല്ലാഹ് ഇബ്നു യാസീന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആ യൂസുഫ് ഇബ്നു നാസീൻ ഇബ്നു യൂസുഫ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പേര് കുറച്ചെന്താണ്, ആ ഗോത്രവുമായി ബന്ധപ്പെട്ട താനുഷീനെന്നോ മറ്റോ പേരാണ്. അദ്ദേഹം അതാ ഖുർത്തുബയിലേക്ക് കടന്നു ചെല്ലുകയാണ്, അന്ദുലസിലേക്ക് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ സൈന്യമാണ്, ദൗലത്തുൽ മുറാബിത്തീനാണ് ആ അന്ദുലസിനെ മുസ്ലിമീങ്ങളുടെ ആ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റിയ ആ വിഭാഗം. സഹോദരങ്ങളെ, തുടക്കം പഠനമായിരുന്നു. അള്ളാഹുവിന്റെ ദീന് പഠിക്കുക. ആർക്കെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ടോ? വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ, വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന് പറയുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്നവൻ, അവൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് വിജയം വേണമെന്ന്. പുലരിയുടെ നിസ്കാരം, ഫജ്റിന്റെ നിസ്കാരത്തിന് പങ്കെടുക്കാത്തവൻ വിജയത്തിന്റെ പുലരി കൊതിച്ചിരിക്കുകയാ. ഒരിക്കലും നടക്കുകയില്ല. ജൂതനായ ഒരാൾ, അയാൾ പറയുകയുണ്ടായി, ഫജ്ർ നിസ്കാരത്തിന്, ജുമുഅ നിസ്കാരത്തിന്റെ അത്ര ആളുകൾ ഉള്ളിടത്തോ ഇല്ലാത്തിടത്തോളം ഞങ്ങളെ അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. തോൽപ്പിക്കും, ശരിയാണ്. പക്ഷേ ജുമുഅ നിസ്കാരത്തിന് പങ്കെടുക്കുന്ന ആളുകളോളം ഫജ്ർ നിസ്കാരത്തിന് ഇല്ലാത്തിടത്തോളം അത് സാധിക്കുകയില്ല. മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയാണോ എന്ന് ജൂതന്മാരായ ആളുകളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവരെ മൊബൈലുകൾ കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞതായി ഉലമാക്കൾ പറഞ്ഞത് കാണാം. വൃത്തികേടുകളിലാണ്. ഗസയിൽ മുസ്ലിമീങ്ങൾ അതാ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ വ്യഭിചാരത്തിലാണ് മുസ്ലിമീങ്ങൾ. അനാവശ്യമായ ചിത്രങ്ങളിലേക്ക് നോക്കുകയാണ് മുസ്ലിമീങ്ങൾ. മ്യൂസിക്കുകളിൽ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിന്റെ ദീനിൽ നിന്നും ഓരോ ദിവസവും തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ. ഗസയിൽ അനുഭവിക്കുന്ന ഓരോ തുള്ളിച്ചോരക്കും അല്ലയോ മുസ്ലിമേ, നിന്റെ കൂടെ ഉത്തരവാദിത്തമുണ്ട്. നീ പറയും, എനിക്കെന്ത് ഇടപാടാണ് അതിലുള്ളത്? ഞാൻ എവിടെ കിടക്കുന്നു, അവരെവിടെ കിടക്കുന്നു? ഈ വാക്കാണ് ലോക മുസ്ലിമീങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. നീയാണ് ഈ മുസ്ലിമീങ്ങളുടെ എണ്ണത്തിൽ ഒരുവൻ, നീയാണ്, അടുത്തവനാണ്. 205 കോടി വരുന്ന മുസ്ലിമീങ്ങൾ ഓരോരുത്തരും പറഞ്ഞു, എനിക്കെന്ത്, ഞാനാണോ കാരണം? ഞാനൊന്ന് ദീനിൽ നിന്ന് മാറി നിന്നാൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ്? ഈ 205 കോടി മുസ്ലിമീങ്ങളും അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണുള്ളത്? അതിനാൽ ഇങ്ങനെ ഒഴിവുകൾ കണ്ടെത്തുന്ന നീയാണ് ഗസയുടെ ഈ അവസ്ഥക്ക് കാരണമെന്ന ബോധ്യം നിനക്കുണ്ടാകണം. ഗസയെ രക്ഷപ്പെടുത്താൻ UN-ലേക്ക് പോകുന്നു. ഗസയെ രക്ഷപ്പെടുത്താൻ റാലികൾ സംഘടിപ്പിക്കുന്നു. ഗസയെ രക്ഷപ്പെടുത്താൻ ചില ആളുകൾ ഇറാനിനെ പ്രതീക്ഷിക്കുന്നു. ആരാണ് ഇറാൻ? നമ്മളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരിണി എന്ന് പറഞ്ഞ ഇറാൻ. നമ്മളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ
വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞ ഇറാൻ, ആ ഇറാൻ ഗസയെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിവരക്കേടിൽ നിന്ന് ഉണരാത്ത കാലത്തോളം മുസ്ലിമേ നിനക്കെങ്ങനെയാണ് വിജയമുണ്ടാവുക? നമ്മളുടെ നേതാവ്, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞ ഷിയാക്കളുടെ ഇറാൻ മുസ്ലിമീങ്ങളെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഡ്ഢിയായ മുസ്ലിമിന് എവിടെ നിന്ന് വിജയം ലഭിക്കാനാണ്? അവരെങ്ങനെയാണ് ഈ വിഡ്ഢിത്തത്തിൽ നിന്ന് രക്ഷിക്കാതെ എങ്ങനെയാണ് ജൂതനെ അവർ പരാജയപ്പെടുത്തുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ചില കുടുംബാംഗങ്ങളുമല്ലാത്ത മുഴുവൻ സ്വഹാബികളും കാഫിറാണെന്ന് പറഞ്ഞ ഷിയാക്കൾ ഈ ഉമ്മത്തിനെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നവനേക്കാൾ മൂഢനായവൻ, അങ്ങനെയുള്ളവൻ ഏത് വിജയമാണ് ഇസ്ലാമിനെ സമ്മാനിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ, കറകളഞ്ഞ ദീൻ, സുന്നത്തിന്റെ മാർഗം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധനം, സലഫിയത്തിന്റെ ഈ വാതായനത്തിലൂടെ പ്രവേശിക്കാതെ ഒരാൾക്കും വിജയം സാധ്യമല്ല. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നീ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെ നിന്നേ തീരൂ. അള്ളാഹുവിന്റെ ദീന് പഠിച്ചേ തീരൂ. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുമെങ്കിൽ യൻസുർക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ദീന് പഠിക്കുക. ദീന് പഠിക്കാതെ എങ്ങനെയാണ് നമ്മളുടെ റബ്ബിനെ സഹായിക്കുക? എങ്ങനെയാണ് ഈ ദീനിനെ സഹായിക്കാൻ നമുക്കാവുക? അതിനാൽ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുക, പള്ളികളിലേക്ക് മടങ്ങി വരിക, പള്ളികൾ സുന്നത്തിനനുസരിച്ച് ചലിപ്പിക്കുന്നവയാക്കുക, പള്ളികളിൽ അള്ളാഹുവിന്റെ ദിക്റിലായി മുഴുകുന്ന ആ സൽസ്വഭാവികളായ ആളുകളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടേണ്ടതുണ്ട്. എങ്കിൽ ഗസ്സ മോചിപ്പിക്കപ്പെടും. അവൻ പ്രാർത്ഥിക്കുന്ന ദുആ അതിനുത്തരം നൽകപ്പെടും. അവിടെ 300ഉം 1000ഉം കണക്കുണ്ടാവുകയില്ല, 3000ഉം ലക്ഷവും കണക്കുണ്ടാവുകയില്ല. മറിച്ച് കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല, അള്ളാഹു അവൻ വിജയിപ്പിക്കും. സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിമീങ്ങളുടെ പേരിൽ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രങ്ങളെന്ന് പറഞ്ഞവർ, അവർ ഒരു ദിവസം കടന്നാൽ മറ്റേ ദിവസം മലത്തി അടിക്കുമെന്ന് വാദിച്ചവർ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് കഴിയുന്നത്? പലതും പരീക്ഷിച്ച് തോറ്റുപോയ ഈ ഉമ്മത്തിനോട് വിജയത്തിന്റെ മാർഗമൊന്ന് പയറ്റിക്കൂടെ? വിജയിച്ച് അത് വിജയത്തിന്റെ മാർഗമെന്ന് ഉറപ്പായ ആ മാർഗത്തിലൂടെ ഒരിക്കലെങ്കിലും സമൂഹമെ തിരിച്ചു നടന്നുകൂടെ? ആ മാർഗത്തിന് ചെലവുകളില്ല, ആ മാർഗത്തിന് പ്രയാസങ്ങളില്ല. അള്ളാഹുവിലേക്കൊന്ന് തിരിച്ചു നടന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞില്ലേ, ലാ യൻസിഉഹു അൻകും ഹത്താ തുറാജിഉ ദീനകും. ആ നിന്ദ്യത നിങ്ങളിൽ നിന്ന് വിട്ടുമാറുകയില്ല, നിങ്ങളുടെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകാതെ. ആ മടങ്ങിപ്പോക്ക് നമുക്കൊന്ന് ചെയ്തുകൂടെ? അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് കക്ഷിത്തങ്ങൾ വെടിഞ്ഞുകൊണ്ട് അവൻ മറ്റേതാണ് ഇവൻ മറ്റേതാണ് എന്ന് പറയാതെ, ഞാൻ സുന്നിയാണ്, ഞാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുന്നവനാണ്, ഞാൻ സലഫിയാണ്, സലഫി സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവനാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ലാത്ത ഒന്നും എനിക്ക് ദീനായി ചെയ്യാൻ കഴിയുകയില്ല, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗവും ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്ന് പറയാൻ ആർജവമുള്ള അവരുടെ ദീൻ, ആ ദീൻ പഠിക്കാൻ ഞാൻ തയ്യാറാണ്, അതിനുവേണ്ടി പ്രബോധനം ചെയ്യാൻ, അതിന്റെ ജീവിതത്തിൽ അമലാക്കാൻ, അതിന്റെ പേരിൽ സബർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ, അതിനുവേണ്ടി തയ്യാറാവാൻ സഹോദര നിനക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിനക്ക് ഗസയെ മോചിപ്പിക്കാം. നീ അതിൽ നിന്നും പിന്മാറിയോ, നീയാണ് ഗസയുടെ പതനത്തിന് കാരണമെന്ന് നീ മനസ്സിലാക്കിക്കോ. നീയും നിന്നെ പോലുള്ളവരുമാണ് ഗസയുടെ പതനത്തിന് കാരണമെന്ന് നീ മനസ്സിലാക്കണം സഹോദരങ്ങൾ. അതിനാൽ ഗസയിലെ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹുവിന്റെ ദീന് പഠിക്കുക, പ്രയാസങ്ങളിലും അതിനെ മുറുകെ പിടിക്കുക. യഥാർത്ഥ ദീൻ ഇസ്ലാം, ഖുർആൻ, സുന്നത്ത് അതിനെ മുറുകെ പിടിക്കുക. പള്ളികളിലേക്ക് ജമാഅത്തിനെത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ആ രൂപത്തിലായി മാറിയാൽ
ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്നതിന് മറുപടി നൽകിയാൽ നമുക്ക് തീർച്ചയായും ഫലാഹ് ഉണ്ടാകും, വിജയമുണ്ടാകും. സഹോദരങ്ങളെ, എൻ്റെ സംസാരം നീണ്ടുപോയിട്ടുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നതിനാലാണത് സംഭവിച്ചത്. സഹോദരങ്ങളെ, പാഠം ഉൾക്കൊള്ളണം, ചരിത്രത്തിൽ നിന്നും പഠിക്കണം, പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകട്ടെ. ഗസയിലും അതുപോലെ തന്നെയുള്ള നാടുകളിലും ജൂത ക്രിസ്ത്യാനികളുടെ കരാളഹസ്തങ്ങളാൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ പിടയുന്ന ഉയ്ഗൂറിലെ മുസ്ലിമീങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുമുണ്ട്. സ്വന്തം ദീനൊന്ന് തുറന്നു പറയാൻ കഴിയാതെ ജീവിക്കുന്ന പല നാടുകളിലും അടുത്തും അകലെയുമായി പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയത്തിൻ്റെ പുലരി അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിൻ്റെ കാരണമായ ഈ ദീൻ, ആ ദീനിലേക്ക് മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കും തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലാതെ വിജയം ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്നും വന്ന തെറ്റുകൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീന് പഠിക്കാൻ തയ്യാറാവുക. സലഫു സ്വാലിഹീങ്ങളുടെ പാതയിൽ അൽഹംദുലില്ലാഹ് ഈ മസ്ജിദ് അത് സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ അതിൻ്റെ പ്രധാന ഉദ്ദേശം 2 കാര്യങ്ങളാണ്. ഒന്ന്, നിസ്കാരം, അള്ളാഹുവിനുള്ള ഇബാദത്തും, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്ന കർത്തവ്യവുമാണ്. അൽഹംദുലില്ലാഹ് പലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് 4 നേരം ഈ മസ്ജിദിൽ ദർസുകൾ നടന്നുകൊണ്ടിരിക്കും. കാസർഗോഡുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവർക്ക് അവനാകട്ടെ ഇവനാകട്ടെ എന്ന് പറഞ്ഞാൽ അവനും ഇവനും മാത്രമായി പോകും, നമ്മളിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോകും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഇതാ കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും മലപ്പുറത്തും അതുപോലെ തന്നെ എറണാകുളത്തും അതുപോലെ തിരുവനന്തപുരത്തും എല്ലാം അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ നിഅമത്തിനാൽ നമ്മളുടെ മസ്ജിദുകളും മർക്കസുകളുമുണ്ട്. അവിടെയെല്ലാം ദിവസേന 5 അതിലധികമോ 9 ഒക്കെ ദർസുകൾ ദിവസേന നടക്കുന്ന മർക്കസുകളുണ്ട്. അതുപോലെ തന്നെ കർണാടകയിൽ അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദഅവത്ത് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ അടുത്താണ് കർണാടക ഉടുപ്പിയിലുള്ള നമ്മളുടെ മസ്ജിദ്, ഉദ്യാവറുള്ള മസ്ജിദ്, അതുപോലെ തന്നെ കർണാടകയിലെ മൂഡബദ്രയിലുള്ള മസ്ജിദു ഖദീജ എന്നിങ്ങനെ തുടങ്ങി, അതുപോലെ തന്നെ ഷിർലാലുവിലുള്ള നമ്മളുടെ മസ്ജിദ്, എല്ലായിടത്തും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനുള്ള ഇബാദത്തും നിസ്കാരവും ദിക്റുകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പഠനവും ഇതിനായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദുകളാണവ. അതുപോലെ തന്നെ നമ്മൾ ആ കാര്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന, അത് ആളുകളിലേക്ക് പകർന്നു നൽകുന്ന, അതിൻ്റെ വിഷയത്തിൽ സബ്ർ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മാതാപിതാക്കൾ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദഅവത്തുമായി നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്നേ വരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, ഉലമാക്കളുണ്ട്, ഇമാമിയങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം, അവരുടെ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി അതിലധികമായി വർദ്ധിപ്പിച്ച് അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. അവരുടെ കൂടെ നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി പ്രയത്നിച്ച, അതിനുവേണ്ടി പല രൂപത്തിൽ അതിന് മെസ്സേജ് അയച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടാകാം, എത്തിച്ചുകൊണ്ടാകാം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി പരിശ്രമിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ മസ്ജിദ് നമുക്ക് ഈ രൂപത്തിൽ സംസാരിക്കാനുള്ള അവസ്ഥയിൽ ഈ മസ്ജിദ് പണിത് തന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ നമുക്കറിയുകയില്ല, ആ മനുഷ്യൻ ആരാണെന്ന് നമുക്കറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹക്കിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയും നമ്മളെയും അദ്ദേഹത്തെയും ഒരുമിച്ച് ജന്നത്തുൽ ഫിർദൗസിൽ പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.